നമസ്തേ ബച്ചോം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലോട്ട് പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ UP വിഭാഗം വിദ്യാർത്ഥികളായിരുന്നു അല്ലേ? ഇനി ഇക്കൊല്ലം മുതൽ നിങ്ങൾ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ്. അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളും കുറച്ചും കൂടി ഗൗരവത്തിലെടുത്ത് നല്ല രീതിയിൽ പഠിക്കുക. ഹിന്ദി പാഠപുസ്തകത്തിലെ പുതിയ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ, സ്കൂൾ തുറന്ന് സ്കൂളിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്, എന്തൊക്കെ പഠിക്കണം, ഹിന്ദിയിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അപ്പോൾ നോക്കുക. അപ്പോൾ ടീച്ചർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു തരാം. ആദ്യം തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വലിയ ഭാരമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊല്ലപരീക്ഷയൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കറിയാം, കൊല്ലം മുതൽ ഓൾ പാസ് ഇല്ല അല്ലേ? ഇപ്പോൾ 8ാം ക്ലാസ്സിൽ കൊല്ലപരീക്ഷ എഴുതിയാൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെയും പരീക്ഷ എഴുതുന്ന ഒരു സിസ്റ്റമൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. 8ാം ക്ലാസ്സിലാണെന്നുള്ള ആ ഒരു ഒരു ഓർമ്മയോടുകൂടി എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകം മാറിയിട്ടുണ്ട്. അപ്പോൾ 5 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇക്കായി ഏക്ക് എന്ന് പറയുന്നത് 10 എന്നാണ് യൂണിറ്റിൻ്റെ പേര്. 5 യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പേട്. അതൊരു കവിതയാണ്. സുശീൽ ശുക്ല എഴുതിയ കവിതയാണ് പേട്. അടുത്തത് ജൂലിയ ഓർ ലൂണ കഹാനിയാണ്. നേഹ സിൻഹാണ് ഇതിൻ്റെ ഓതർ. അപ്പം നിങ്ങൾക്കിപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം ഏത് വിധയാണ്, പേട് ഏത് വിധയാണ്? കിസ്വിതാക്കി രചനാഹെ, അപ്പോൾ കവിതയാണ്. അപ്പോൾ പേടുക്ക രചനാക്കാർ കോൺഹെ എന്ന് ചോദിക്കാം. സുശീൽ ശുക്ലാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അടുത്ത ഇക്കായി ദോ ആണ്. പൽത്തെ റിഷ്ത എന്നുള്ളതാണ് ഇക്കായിയുടെ പേര്. അതിൽ ഹാച്ചി കി കഹാനി ഒരു കഹാനിയാണ്. ഗീത് ചതുർവേദിയാണ് അതിൻ്റെ രചനാക്കാർ, ഓദർ. അടുത്തത് ബാബ ഓർ ബാബ കി ചടി കവിതയാണ്. ഗുൽസാറാണ് അത് എഴുതിയിട്ടുള്ളത്. അടുത്തത് ഇക്കായി തീൻ, അതിൻ്റെ പേര് ഗുൽത്തെ നസാരെ എന്നുള്ളതാണ് ഇക്കായി തീൻ്റെ പേര്. ഇതിൽ ജബ് ഹം ധീരെ ചൽത്തേ ഹേ അതൊരു യാത്രാ വിവരണമാണ്. അതിൻ്റെ വിധ എന്ന് പറയുന്നത് യാത്രാ വിവരണമാണ്. ഇത് എഴുതിയത് എലൻ ഷാ ആണ്. അടുത്തത് ബൈസിക്കിൾ തീവ്സ് ആണ്. ഇത് ഫിൽമി ലേഖാണ്. വരുൺ ഗ്രോവർ ആണ് ഇതിൻ്റെ രചനാക്കാർ. അടുത്തത് മേരി മാ, ഇതൊരു ഫിൽമി ഗീതാണ്. ഇതിൻ്റെ രചനാക്കാർ പ്രസൂൺ ജോഷിയാണ്. ഇക്കായി ചാറിൻ്റെ പേര് സാത് ചലേം ആണ്. ഇതിൽ 2 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. സയാനി ബുവ ഇതൊരു കഹാനിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മനു ഭണ്ഡാരിയാണ്. അടുത്തത് ചൗക്ക് കവിതയാണ്. ആലോക് ധന്വ ആണ് ഇതിൻ്റെ ഓദർ. അടുത്തത് ഇക്കായി 5 ആണ്. ഗുസർത്തെ പൽ ആണ് ഇക്കായിയുടെ പേര്, ആ യൂണിറ്റിൻ്റെ പേര്. ഇതിൽ വരുന്നത് ഒരു കവിതയും ഒരു സംസ്മരണമാണ്. ഖുഷ്ബു രച്തേ ഹേ ഹാത്ത് അതാണ് കവിത. രചനാക്കാർ അരുൺ കമലാണ്. അടുത്തത് സീറിയ കി ബേട്ടി, ഇത് സംസ്മരണമാണ്. മൈത്രേയി കുൽക്കർണി ആണ് ഇതിൻ്റെ ഓദർ. അപ്പം നിങ്ങൾക്ക് 5 യൂണിറ്റുകളാണ്. 5 യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 കഹാനിയാണ്. അതുപോലെ തന്നെ 4 കവിതകൾ. പിന്നെ വരുന്നത് ഒരു യാത്രാ വിവരൺ, ഫിൽമി ലേഖ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൽമി ഗീത്. ഇക്കായി തീനിൽ ഫിൽമി ലേഖ ഉണ്ട്. ബൈസിക്കിൾ തീവ്സ് വരുൺ ഗ്രോവർ. പിന്നെ മേരി മാ എന്നുള്ള ഫിൽമി ഗീത് പ്രസൂൺ ജോഷി. അതുപോലെ തന്നെ സംസ്മരൺ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നോക്കുക കേട്ടോ. ധന്യവാദ്.